ഒരു 1500 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീട് കണ്ടാലോ ഇന്ന് നമ്മൾ നിൽക്കുന്നത് കോട്ടക്കൽ പറങ്കി മൂച്ചിക്കലുള്ള അലി റംല ദമ്പതികളുടെ സുന്ദരമായ ഒരു വീടിന്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തണൽ നമ്മുടെ ഇടം എന്ന ചാനലിലൂടെ ഞാൻ രാജേഷ് പുറത്തൂർ. വർണ്ണ സങ്കല്പ നിറക്കാഴ്ചകളിലേക്ക് മിഴി തുറക്കുന്ന തണൽ നമ്മുടെ ഇടം എന്ന ചാനലിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു അവർ ചാനൽ ആൻഡ് എ ന്യൂ എപ്പിസോഡ്. ലിവിംഗ് സ്പേസിലുള്ള ഈ ഒരു ഭാഗത്ത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സോഫ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ കർട്ടൻസ് എല്ലാം ലോങ്ങിൽ, അതായത് നമ്മുടെ സീലിംഗിന്റെ ഇൻസൈഡിൽ നിന്നും ഇറങ്ങി വരുന്ന ഭാഗത്തേക്ക് ലോങ് ടൈപ്പിലുള്ള ഒരു കർട്ടൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗവും നമ്മുടെ എക്സ്റ്റീരിയറുമായിട്ട് കണക്ഷൻ ആണ്. അതായത് നമ്മൾ കണക്ഷൻ ചെയ്തിട്ട് ആ ഫ്രണ്ടിൽ ഓപ്പൺ ആയിട്ട് ഗ്ലാസ് കാണുന്ന ഭാഗത്ത് ലോങ് ടൈപ്പിലുള്ള കർട്ടൻ കൊടുത്ത് ആ ഒരു ഭാഗം ശരിക്കും ഹൈഡ് ആവുന്ന രീതിയിൽ തന്നെ, അതായത് നമ്മൾ ശരിക്കും ഫീൽ ചെയ്യുന്നത് ഇൻസൈഡിൽ നിന്നും ഇറങ്ങുന്ന ഒരു ലോങ് കർട്ടൻ ആയിട്ട് നമുക്ക് ഇവിടെ തോന്നുന്ന രീതിയിൽ ഈ ഒരു ഭാഗം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഈ വീടിന്റെ ഡൈനിങ് ഏരിയ. ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു സീലിംഗ് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ നല്ല മനോഹരമായ രീതിയിൽ ഒരു ഷാൻലെയർ കൊടുത്തിട്ടുണ്ട്. ഈ ഷാൻലെയർ കൊടുത്തിട്ടുള്ള ഭാഗത്ത് ചെയ്തിട്ടുള്ള സീലിംഗ് ഒരു വുഡ് ടൈപ്പിലുള്ള ഒരു പെയിന്റ് ഫിനിഷ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഒരു ഏരിയയിൽ ഒരു ലോങ് കർട്ടൻ, ഈ ലോങ് കർട്ടൻ നേരെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സ്റ്റെപ്പിന്റെ ഏരിയയിൽ കൂടി ഇൻസൈഡിലൂടെ ഇറങ്ങി താഴെ ഭാഗം വരെ ഫുള്ള് കവർ ആവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു ഭാഗത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് നിർത്തുന്ന ഒരു ഭാഗമാണ്. അതുകൂടാതെ രണ്ട് വാൾ ലൈറ്റും അതിനോട് ചേർന്ന രീതിയിലുള്ള ഷാൻലെയറും കൂടി കൊടുത്ത് ഗ്ലാസ് ഫിനിഷിലുള്ള അതേ സെയിം പാറ്റേണിൽ തന്നെയുള്ള ഒരു ലൈറ്റും കൊടുത്ത് മനോഹരമായിട്ടാണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ സ്റ്റെയർകേസിന്റെ ഏരിയയിൽ ഈ വീട്ടിലുള്ള കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഓപ്പൺ ഷെൽഫും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡി ഏരിയ ആണ് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. 6-4 സൈസിലാണ് ഇവിടെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 6 ചെയറും കൊടുത്തിട്ട് സുന്ദരമായിട്ടാണ് ഈ ഒരു ഭാഗം റെഡി ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഈ ലിവിംഗ് സ്പേസും ഡൈനിങ് ഏരിയയും കൂടി സെപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഈ പാർട്ടീഷൻ കൊടുത്തിട്ടുള്ളത് അലുമിനിയത്തിലാണ്. അതുകൂടാതെ അതിന് ഫ്ലൂട്ടഡ് ഗ്ലാസ് എല്ലാം കൊടുത്ത് ഈ ഒരു ഭാഗം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഹാളിൽ തന്നെ ഒരു ഭാഗത്ത്, അതായത് ശരിക്കും നല്ല ഒതുങ്ങിയിരിക്കുന്ന രീതിയിലാണ് ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും അലുമിനിയത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ബാക്ക് ഭാഗം എല്ലാം ഫ്ലൂട്ടഡ് ടൈപ്പിലുള്ള പാനലിംഗ് ഒക്കെ കൊടുത്ത് ഡബിൾ ടോണിൽ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിൽ കൊടുത്തേക്കുന്ന ഡോറുകളെല്ലാം ഡബിൾ ടോണിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ പിന്നെ നമ്മൾ കാണുന്ന ഒരു ഭാഗമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യത്തിൽ ചെറിയ സിമ്പിൾ ആയിട്ട് ഒരു രീതിയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ DB ബോക്സ് എല്ലാം കവറായിട്ട് നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന ഒരു ഭാഗത്തെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാനലിംഗ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് സ്ലൈഡിങ് ചെയ്തിട്ട് നമുക്ക് ഈ സൈഡിലേക്ക് നീക്കി വെച്ചതിന് ശേഷം DB ബോക്സ് എല്ലാം സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അത് ശരിക്കും ഇത് ഹൈഡായി നിൽക്കുന്ന രീതിയിൽ തന്നെ സിമ്പിളായി എന്നാൽ മനോഹരമായിട്ടാണ് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം. ഫുൾ ഒരു ഗ്രേ ടോണിലാണ് ഇവിടുത്തെ ഫുള്ള് വാർഡ്രോബും കോട്ടും അതുപോലെ തന്നെ കേർട്ടൻസും ഈ ഡ്രസ്സിംഗ് യൂണിറ്റും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കർട്ടനും അതേ പാറ്റേൺ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വുഡൻ എലമെന്റ് ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളത് നമ്മളിവിടെ ചെയ്തിട്ടുള്ള കോട്ടിന്റെ 6-6.25 സൈസിൽ ചെയ്തിട്ടുള്ള കോട്ടിന്റെ ബോർഡർ ഭാഗം മാത്രമാണ് ഇവിടെ ഒരു വുഡൻ എലമെന്റ് വന്നിട്ടുള്ളത്. ബാക്കി എല്ലാ ഭാഗങ്ങളും ഗ്രേ ആൻഡ് ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ള ഒരു ടച്ചിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള സുന്ദരമായിട്ട് വളരെ സിമ്പിൾ ആയിട്ടും എലഗന്റ് ആയിട്ടുമാണ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു സീലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിന് ഇൻസൈഡിൽ കൂടി 2 സൈഡിലേക്കും കോവ് കൊടുത്ത് പ്രൊഫൈൽ ലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ബെഡിന്റെ അതേ സൈസിൽ ഒരു പ്രൊഫൈൽ ലൈറ്റും കൂടി ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത്. ഈ വീട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള 3 ബെഡ്റൂമുകളിൽ രണ്ടാമത്തെ ബെഡ്റൂം ഒരു ബീജ് വുഡ് പാറ്റേണിലാണ് ഈ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് കൂടാതെ തന്നെ ഇതും അലുമിനിയത്തിലാണ് ചെയ്തിട്ടുള്ളത്. അതും നല്ല ഫിനിഷ്ഡ് തന്നെ, നമുക്ക് ശരിക്കും മൾട്ടിവുഡിലും എല്ലാം ചെയ്ത അതേ ഒരു ഫിനിഷിങ് തന്നെ ഈ ഒരു അലുമിനിയം ചെയ്തിട്ടുള്ള വാർഡ്രോബിനും ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റിന് ബാക്കിൽ ബാക്ക് പാനൽ എല്ലാം കൊടുത്ത് കവേർഡ് ടൈപ്പിലുള്ള ഒരു ഗ്ലാസും കൊടുത്ത് ലോങ് മിറർ തന്നെ കൊടുത്തിട്ടുണ്ട്. അതേ പാറ്റേൺ തന്നെ, അതായത് ഇപ്പോ ഹെഡ് ബോർഡിലും വാർഡ്രോബിന്റെ കളറിൽ കൊടുത്തിട്ടുള്ള അതേ പാറ്റേൺ തന്നെ കേർട്ടൻസും ലോങ് കർട്ടൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഹെഡ് റെസ്റ്റിന്റെ ബാക്ക് സൈഡിലുള്ള പില്ലോസിനും അതേ ബീജ് ടോൺ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ കർട്ടനും അതേ ടൈപ്പ് തന്നെ കൊടുത്തിട്ട് നല്ല സുന്ദരമായി തന്നെ ഇതിന്റെ സീലിംഗും, അതായത് ഇതിന്റെ സീലിംഗ് 4 സൈഡ് കോണുകളിലെ സിമ്പിൾ ആയി തന്നെ കർവ്ഡ് ആയിട്ടുള്ള കൊടുത്തിട്ട് കർട്ടൻ സീലിംഗിന്റെ അകത്ത് നിന്ന് ഇറങ്ങി വരുന്ന
വരുന്ന രീതിയിലുള്ള ഒരു പാറ്റേണിൽ കൊടുത്ത് മനോഹരമായിട്ടാണ് ഈ ഒരു റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ വീടിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ നല്ല വിശാലമായ രീതിയിലാണ് ഈ കിച്ചൺ ചെയ്തിട്ടുള്ളത്. അതായത് വർക്ക് ഏരിയ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കിച്ചൺ വിശാലമായിട്ട് അറേഞ്ച് ചെയ്യാൻ ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഇതിന്റെ ലോഫ്റ്റ് ഭാഗത്ത് ഒരു 4 അടി ഫീറ്റിൽ, അതായത് 4 അടി വരുന്ന ഒരു സൈസിൽ നമുക്ക് ഇവിടുത്തെ ഇതിന്റെ ലോഫ്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാം അലുമിനിയത്തിന്റെ ഡോറുകൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ബ്ലാക്ക് ആൻഡ് ബീജ് ടോണിലുള്ള ഈ ബ്ലാക്ക് വരുന്ന സൈഡിലെല്ലാം ഗ്ലാസ് കൊടുത്തിട്ട് നല്ല മനോഹരമായി അതേ കളർ ടോണിൽ തന്നെ, അതായത് ഫ്രിഡ്ജും കൂടി ഈ ഒരു ഭാഗത്ത് വെക്കാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ ഇത് ഇവിടെ വരുന്ന എയർ ഫ്രയറും അതേ കളറിൽ തന്നെ സെറ്റ് ചെയ്തത് കൊണ്ട്, അതേ കളറിൽ അറേഞ്ച് ചെയ്തത് കൊണ്ട് ഏറ്റവും മനോഹരമായിട്ട് ഈ ഒരു ഭാഗത്ത് 3 കളർ ടോണിലാണ് ഈ ഒരു കിച്ചന്റെ ഫീലിംഗ് നമുക്ക് കിട്ടുന്നത്. ജെറ്റ് ബ്ലാക്ക് ടൈൽസ്, ജെറ്റ് ബ്ലാക്ക് ഗ്രാനൈറ്റ് എല്ലാം കൊടുത്ത് അതേ സ്ഥലത്ത് തന്നെ ഹാൻഡിൽസ് എല്ലാം ബ്ലാക്ക് കൊടുത്ത് നല്ല മനോഹരമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഫാമിലിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 സൈസിലുള്ള ഒരു ചെറിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൂടി ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുള്ള സ്റ്റെയർ കേസ് ഇതൊരു സ്ക്വയർ ടൈപ്പിലുള്ള സ്റ്റെയർ കേസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ചുറ്റുഭാഗം നല്ല വൃത്തിയിൽ തന്നെ ഈ ഒരു ഭാഗം ഏരിയ, അതായത് ഈ ഒരു ഡബിൾ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഇത്രയും ഒരു ഭാഗം ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഒരു സ്പൈറൽ ടൈപ്പിലുള്ള ഒരു സ്റ്റെയറിന്റെ അതേ ഒരു ഫീലിംഗ് കിട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ സ്റ്റെയർ കേസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മേലെ ഭാഗത്ത് നിന്നും നോക്കുമ്പോൾ താഴത്തേക്ക് കാണുന്ന ഒരു വ്യൂ നല്ല മനോഹരമായിട്ടുണ്ട്. കാരണം ഈ വീട്ടിൽ അധികം വുഡൻ എലമെന്റ്സ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഈ കുറഞ്ഞ രീതിയിൽ നല്ല ലൈറ്റ് ടോണിലുള്ള വുഡുകൾ കൊടുത്തത് കൊണ്ട് നല്ല മനോഹരമായിട്ടാണ് ഈ ഒരു വീടിന്റെ ഭാഗം മുഴുവനായിട്ടും ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീടിനെ അറേഞ്ച് ചെയ്തതിൽ ഏറ്റവും മനോഹരമായിട്ട് ഫീൽ ചെയ്യുന്നത്. ഈ താഴെ കാണുന്ന ഹാളും ലിവിങ്ങും കൂടി ഒരുപോലെ ഓപ്പൺ അപ്പ് ആയിട്ടാണ് ഈ ഒരു ടോപ്പ് ഭാഗത്ത് ചെയ്തിട്ടുള്ളതെങ്കിലും അത് കൂടാതെ സ്റ്റെയർ കേസ് കയറി വരുന്ന ഒരു ഭാഗം വിശാലമായി ഇട്ടിട്ട് ഈ ഒരു സൈഡിലേക്ക് ഒരു സോഫ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഈ ഒരു ഭാഗത്ത് ഒരു TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ആർക്കും ഒരു ഡിസ്റ്റർബും ഇല്ലാതെ TV കാണാൻ പറ്റുന്ന ഒരു സ്പേസിലാണ് ഇവിടെ TV യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. ഈ ലിവിംഗ് സ്പേസിൽ കൊടുത്തിട്ടുള്ള സോഫ അതിസുന്ദരമാണ്. അതുപോലെ തന്നെ ബീജ് ടോണിലുള്ള ഒരു കർട്ടനും കൊടുത്തിട്ടുണ്ട്. കർട്ടൻ ഒരു ബോക്സും കൂടി കൊടുത്തിട്ട് സീലിംഗിൽ നിന്ന് ഇറങ്ങാത്ത രീതിയിൽ, അതായത് നമ്മുടെ വിൻഡോയുടെ ഹൈറ്റിൽ നിന്ന് കുറച്ച് പൊക്കിയിട്ട്, അതായത് ഒരു 8 അടി ഹൈറ്റിൽ ഒരു ബോക്സ് കൊടുത്തിട്ട് അതിനകത്ത് നിന്നാണ് ഇവിടെ കർട്ടൻ താഴത്തേക്ക് ഇറക്കിയിട്ടുള്ളത്. ഈ വീടിന്റെ ബാൽക്കണി ഏരിയ ഹൈറ്റ് കുറഞ്ഞിട്ടാണ് ഇവിടുത്തെ റൂഫ് വരുന്നത്. അതിൽ തന്നെ പ്രൊഫൈൽ ലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ട് സുന്ദരമാക്കിയിട്ട് ഈ ഒരു ഭാഗം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിന്റെ 2 സൈഡിലൂടെയും റോഡ് പോകുന്നത് കാരണം കൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട്, നല്ല മനോഹരമായിട്ട്, നല്ല ശാന്തമായ ഒരിടത്ത് നല്ല മനോഹരമായി സുന്ദരമായി അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു വീടാണ് ഇത്. വീടുകളുടെ കഥ പറയുന്ന പുത്തൻ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ടണൽ നമ്മുടെ ഇടം എന്ന ചാനലിന്റെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുത്തൻ വിശേഷങ്ങൾ, പുത്തൻ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഞങ്ങൾ സദാ ശ്രമിക്കുന്നതായിരിക്കും. ആ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്താം. നിങ്ങൾ ഞങ്ങളോട് കൂടെ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. പുത്തൻ എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരേക്കും രാജേഷ് പുറത്തൂർ സൈനിങ് ഓഫ്.